അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു സ്വഹാബ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂടെ കഴിയുമ്പോ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ഏത് കബർസാലിലാണോ നിന്നെ കബറടക്കിയിരിക്കുന്നത് ആ കബർസാലിൽ നിന്ന് കബർ പൊളിച്ചിട്ട് നീ എഴുന്നേറ്റ് വരികയാ ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂടെ കഴിയുമ്പോ അതാ കബർ വെട്ടി പൊളിച്ചിട്ട് പലരും ഇങ്ങനെ പിടച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാ എന്നിട്ടതാ പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മലക്കുകൾ ഇങ്ങനെ നയിക്കുകയാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പ്രവാചകൻ അവിടുന്ന് പറയുന്ന സ്വഹാബ എങ്ങനെയാ കടന്നു വരുന്നതെന്നറിയുമോ എന്റെ സമുദായമുണ്ടല്ലോ 41 വിഭാഗത്തിലാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത് പട്ടികയുടെ കോലത്തിൽ വരുന്നവനുണ്ട് പന്നിയുടെ രൂപത്തിൽ വരുന്നവനുണ്ട് കഴുതയുടെ രൂപത്തിൽ വരുന്നവനുണ്ട് പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടിയിട്ട് വരുന്നവനുണ്ട് ഇഴഞ്ഞു വരുന്നവനുണ്ട് നടന്നു വരുന്നവനുണ്ട് അതാ മുഖത്ത് മാംസമില്ലാതെ വരുന്നവനുണ്ട് കുഷ്ഠരോഗിയെ പോലെ വരുന്നവനുണ്ട് മലദ്വാരത്തിൽ പടച്ചവനെ കൊടികുത്തി വെച്ചിട്ട് ഇഴഞ്ഞു വരുന്നവനുണ്ട് ഒരു മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് വരുന്നവനുണ്ട് പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കടന്നു വരുന്നവനുണ്ട് നാളെ വസ്ത്രം ധരിക്കാതെ പടച്ചവനെ ചെരുപ്പിടാതെ എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ പല ലോകത്തേക്ക് കടന്നു വരികയോ ആ ജമ്മിന്റെ തറയിലേക്ക് ഞാനും നിങ്ങളും വന്ന് നിന്ന് കഴിയുമ്പോ റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ മലക്കുകൾ ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങി വരികയാ അല്ലാഹുവിന്റെ സൈന്യത്തിന്റെ കണക്ക് അല്ലാഹുവല്ലാതെ മറ്റൊരു മഖ്ലൂഖിനും അറിയില്ല അല്ലാഹുവിന്റെ കോടാനി 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 കോടി മലക്കുകളുണ്ടല്ലോ അവർ ആകാശലോകത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്നിട്ട് ചുറ്റുഭാഗത്തും ഇങ്ങനെ മതിൽ കെട്ടുപോലെ ചൈനയുടെ വൻമതിലിനേക്കാൾ വലിയ മതിലാണ് പടച്ചവര് ഓരോ ആകാശത്തിൽ നിൽക്കുന്ന മലക്കുകളും ഇങ്ങനെ കിടന്നു വരികയാ ഒന്നാം ആകാശത്തിലെ മലക്കുകൾ കിടന്നു വന്നിട്ട് അതാ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുന്നവരെ മുഴുവനും ചുറ്റുകയാണ് ഇതുപോലെ 7 ആകാശത്തിലുള്ളവർ മുഴുവനും ഇറങ്ങി വരികയാ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് നിൽക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ സഹാബ അല്ലാഹുവിന്റെ കോടതിയിൽ ഉടുതുണിയില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഔറത്ത് മറയ്ക്കാതെ വസ്ത്രമില്ലാതെ ആ മനുഷ്യർ നടന്നു പോകുമ്പോ പരസ്പരം അവരെ നോക്കില്ലേ നബിയേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല ആയിഷ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തുറന്നു കിടന്നോ അത് കാണാൻ നമുക്ക് വല്ലാത്ത ഉത്സാഹമോ എങ്കിൽ പടച്ചറപ്പ് അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന തലച്ചോറ് തേച്ചട്ട് മുഖത്ത് കൂടെ ഒളിച്ചിറങ്ങുന്ന റബ്ബിന്റെ കോടതിയുണ്ടല്ലോ ചൂടുള്ള നാളുണ്ട് ഖിയാമനാളാ ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂടാ വൻദോഷ വണ്ടിയോ ആയി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല ഇതങ്ങ് ചെന്നാൽ കൊളാ പടച്ചറപ്പിന്റെ കോടതിയിലെ ചെമ്പിന്റെ തലയിൽ ഇങ്ങനെ നിൽക്കുന്നു തലയുടെ മുകളിൽ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സദാ പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ അത് നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണ് പടച്ചവനെ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമോ പടച്ചവനെ അതാ കാളകൾ നടന്നു പോകുമ്പോ വായിലൂടെ പതയും നുരയും ഇങ്ങനെ വരുന്നത് പോലെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒലിക്കുന്ന ദിവസമുണ്ടല്ലോ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ ഉമ്മ നടന്നു പോയാൽ കൂടപ്പുറപ്പ് നടന്നു പോയാൽ കുടുംബക്കാര് നടന്നു പോയാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി
وأمه وأبيه وصاحبته وبنيه. ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാ. മോനെ ആദം നബി കരയുകയാ, നൂഹ് നബി കരയുകയാ, ഇബ്രാഹിം നബി കരയുകയാ, മൂസാ നബി കരയുകയാ. എല്ലാവരും എന്തിന് ഈസാ നബി കരയുകയാ. എല്ലാ പ്രവാചകന്മാരും അവരുടെ തലതാറ്റിയിട്ട് ഇങ്ങനെ പേടിച്ചു കൊണ്ടിരിക്കുകയാ. അങ്ങനെ എല്ലാവരും കരയുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. സഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മലക്കുകൾ പോലെ തലതാറ്റി നിൽക്കുന്ന ദിവസമോ. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതാ ജിബ്രീൽ എന്ന മലക്കിനോട് അല്ലാഹുവിന്റെ അല്ലാഹു സുബ്ഹാനഹു വ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടുന്ന് പറയുന്നു, മാലിക്, നരകത്തിന്റെ ഒരു ഭാഗത്തെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണെന്ന് മാലിക് എന്ന് മലക്കിനോട് പറയുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാ ഞാൻ ഈ നരകത്തെ കൊണ്ടുവരുന്നത്? എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീൽ, എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീൽ എന്ന് പറയുന്നു. പടച്ചിറപ്പിന്റെ തീരുമാനമോ. അവസാന പടച്ചവന് 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാണ്. 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാണ്. മോനെ, ഒരു ചങ്ങലയുടെ വലിപ്പം എന്തെന്നറിയുവോ? ഞാനും നിങ്ങളും ചങ്ങല കാണുന്നവരാണ്, ആ ചങ്ങലയിലെ ഒരു കൊളുത്ത് കാണുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സഹാബ, ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, ആ നരകത്തെ വലിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ഈ ദുനിയാവിനെക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള 70,000 ചങ്ങലകൾ എടുത്തിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബേ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, കോടാനുകോടി മലക്കുകള് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇതിന് സാരമല്ലല്ലോ, ഇതാരെങ്കിലും വെറുതെ പറഞ്ഞതല്ലല്ലോ, ഇതൊരു സാങ്കല്പിക കഥയല്ലല്ലോ. അള്ളയല്ലേ പറഞ്ഞത്, അള്ളയല്ലേ പറഞ്ഞത്. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് പടച്ചിറപ്പാ പറഞ്ഞത്. മോനെ, വത്തക്കൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എടാ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടടാ. ഈ ദുനിയാവിലേക്ക് നീ എവിടെ പോയാൽ, എത്ര ആസ്വദിച്ച് നടന്നാൽ, മോനെ, ഒരു ദിവസം നീ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടവനാണെന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നരകം പറഞ്ഞോ, ഖബർ പറഞ്ഞോ, പരലോകം പറഞ്ഞോ, മഹ്ശർ പറഞ്ഞോ, സിറാത്ത് പറഞ്ഞോ, മീസാൻ പറഞ്ഞോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറഞ്ഞു തന്നോ. മോനെ, ഇതൊക്കെ ഉണ്ടോ ഉസ്താദ്? വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്, വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാ. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നവര്, മോനെ, ഉണ്ടടാ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കണ്ട, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കടാ ചെറുപ്പക്കാരാ. പക്ഷേ നീ വിശ്വസിക്കുന്ന ഒരു സമയമുണ്ടടാ. ഇന്നതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ തള്ളിക്കളഞ്ഞാൽ ഇതൊക്കെ വരാനുണ്ടടാ പൊന്നുമോര്. കാണുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ.
പടച്ചറപ്പിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ അതാ മാലിക്കെന്ന മലക്കും തന്റെ അനുയായികളും കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആ നരകമുണ്ടല്ലോ, ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ വിശ്വസിക്കാത്ത ചെറുപ്പക്കാരാ, വെറുതെയാണെന്ന് പറഞ്ഞ് കളിയാക്കി യുവത്തവേ, ഇതൊക്കെ ഉസ്താദന്മാരെ കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞ പെങ്ങള്, ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നീ അള്ളാന്റെ മുന്നിൽ കിടന്ന് യാചിക്കുമടാ, നീ അള്ളാന്റെ മുന്നിൽ കിടന്ന് യാചിക്കുകയാ. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുന്ന തമ്പുരാനെ, റബ്ബനാ എന്റെ രക്ഷിതാവേ, അബ്സർനാ എല്ലാം എന്റെ കണ്ണുകൊണ്ട് കണ്ടു തമ്പുരാന്, എല്ലാം ഞാൻ കണ്ടിറപ്പ്. ഉസ്താദന്മാര് പറഞ്ഞു തന്നോ, ഖുർആൻ പറഞ്ഞു തന്നോ, പ്രവാചകന്മാര് പറഞ്ഞു തന്നോ, മാതാപിതാക്കള് പറഞ്ഞു തന്നോ, ഞാൻ വിശ്വസിക്കാത്ത നരകത്തിന് ഞാൻ ഇന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടു നാദാ. അത് കടന്ന് വിളിക്കുന്ന വിളി എന്റെ ചെവി കൊണ്ട് കേട്ട് തമ്പുരാന്. അല്ലാഹുവേ അതിന്റെ അട്ടഹാസം കേട്ടുറപ്പ് എല്ലാ ബോധ്യമായി അല്ലാ. ഫർജിഅനാ ഒരവസരം കൂടെ എനിക്ക് താ എന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ആ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ? അല്ലാഹു ആദ്യമായിട്ട് ആ പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? മനുഷ്യ, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എന്തിനാണാ ചിലവഴിച്ചത്? എങ്ങനെയാ ചിലവഴിച്ചത്? നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെ ഒന്നാമത്തെ ചോദ്യമാ. മറുപടി കണ്ടെത്തിക്കോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നുണ്ട്, ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അവിടെ പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ ആൾബലം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലോ, അവിടെ രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവേ അവിടുത്തെ ഭരണാധികാരിയാരാ? അവിടുത്തെ ജഡ്ജിയാരെന്നറിയുമോ? ഇവിടുത്തെ കോടതിയിൽ പണം കൊടുത്താ രക്ഷപ്പെടാ, രാഷ്ട്രീയ ബലം കൊണ്ട് രക്ഷപ്പെടാ, അല്ലെങ്കിൽ ആൾബലം കൊണ്ട് രക്ഷപ്പെടാ, അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാ. ഏത് കള്ളനും ഏത് കൊലയാളിക്കും പടച്ചവനെ നിസാരമായി ഇറങ്ങി വരാ. പക്ഷേ അവിടുത്തെ കോടതിയിലെ ജഡ്ജിയാരെന്നറിയുവോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബാ. അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ആ നീതിമാനായ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുപോയി നിർത്തുമ്പോ അല്ലാഹു അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനാ ചിലവഴിച്ചത്? നിനക്ക് 30 കൊല്ലം തന്നല്ലോ, 40 കൊല്ലം തന്നല്ലോ, 50 കൊല്ലം തന്നല്ലോ, 60 വർഷം നിനക്ക് തന്നല്ലോ, എന്തിനാ ചിലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി കണ്ടെത്തടാ ചെറുപ്പക്കാരാ. 2018 അല്ലാഹു നിനക്ക് 360 ദിവസം തന്നല്ലോ, നിനക്ക് അല്ലാഹു 1 കൊല്ലം തന്നല്ലോ. ഈ കഴിഞ്ഞു പോയ 1 കൊല്ലത്തിൽ നീ എന്തേ ചെയ്തതെന്ന് ഈ സദസ്സിലിരുന്നിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ചിന്തിക്കാനുള്ള സദസ്സാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, ഹസിബൂ ഖബല അൻ തുഹാസബൂ. വിചാരണയ്ക്ക് മുമ്പിൽ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നീ ഒന്ന് വിചാരണ നടത്തുന്നത് നല്ലതാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, പടച്ചവരെ കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ഉമർ തങ്ങൾ ആരെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് കടന്നു വന്ന ഉമർതങ്ങളുണ്ടല്ലോ, ആ ഉമർതങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇബ്ലീസിന് നടക്കാ പേടിയാ.